ഹായ്, ഇന്ന് ഡേ 14 ആണ്. അപ്പോൾ രാവിലെ പേഴ്സണൽ ട്രെയിനിങ് വർക്കൊക്കെ ആയിട്ട് പോയിട്ട് നേരെ രാവിലെ വന്ന് നമ്മുടെ ചായ കുടിച്ചു. പരമാവധി 54 പള്ളി നേരെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. അത് വർക്കിൻ്റെ ഇടയിലാണ് ചെയ്തത്. പേഴ്സണൽ ട്രെയിനിങ് വർക്കിൻ്റെ ഇടയിൽ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ്. ക്ലയൻറ്റിനെ വർക്കൗട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വർക്കൗട്ടിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് 1 സെറ്റ് ചെയ്യുന്നതാണ്. അത് സ്പീഡിൽ തന്നെ ചെയ്യുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ക്ലയൻറ്റിനെ നമ്മൾ നല്ല കണക്ക് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല വീഡിയോ. സോ അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇന്നിപ്പം ആക്ച്വൽ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് 17 ഡേ ആയി. പക്ഷേ 14th ഡേയുടെ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം 3 ഡേയ്സ് വ്യത്യാസമുണ്ട്. ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് എഡിറ്റിങ്ങൊക്കെ ഇത്തിരി പണി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ബട്ട് എന്നിരുന്നാലും ഞാൻ മാക്സിമം എല്ലാം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിച്ചോളാം. മാത്രമല്ല, അത് വർക്ക് കഴിഞ്ഞിട്ട് അത്യാവശ്യം എഡിറ്റിങ് ഇൻസ്റ്റാഗ്രാമിൽ പ്രോപ്പർ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ക്ഷീണം, ടൈം കുറേ ആവുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ ഇപ്പം അത്യാവശ്യം ദൂരത്ത് രാവിലെ ജോലിക്ക് പോകണം. കുറച്ച് ലോങ് ഡ്രൈവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മീൻസ് ഉറങ്ങുമ്പോൾ എന്തായാലും 12 മണി കഴിയും. രാവിലെ 3:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ ഉച്ച ടൈമിൽ വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ രാത്രി ഉറക്കം വളരെ ശോകമാണ്. എന്നാലും നമ്മുടെ ചലഞ്ച് കാരണം നമ്മളത് പ്രോപ്പറായിട്ടെല്ലാം ഉറക്കമായാലും എല്ലാം ചെയ്യുന്നുണ്ട്. ഉച്ചക്കായാലും കിടന്നുറങ്ങുന്നുണ്ട്. നമ്മുടെ പുള്ളപ്സിൻ്റെ തേർഡ് സെറ്റ് പുള്ളപ്സ്. അതായാലും പുള്ളപ്സ് നമ്മൾ എല്ലാം അത്യാവശ്യം സ്പീഡിൽ തന്നെ ഓടിക്കുന്നത്. എന്നിരുന്നാലും ഇത്രയും ടൈം ഉണ്ട്. നിങ്ങൾ കൗണ്ടും കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മീഡിയം സ്പീഡിൽ തന്നെ നിർത്തിയേക്കുന്നത്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് അതെല്ലാം 20 ആണ് ചെയ്യുന്നത്. 20യുടെ 5 സെറ്റാണ്. 100 പുള്ളപ്സ്. പുഷപ്സ് അത് കണക്ക് തന്നെ നമ്മൾ 50 × 2 സെറ്റ്, അത് 100 ആണ്. അപ്പോൾ 100ൻ്റെ 5 സെറ്റാണ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 50 എന്നുള്ളത് ഇന്ന് ഇപ്പം 14th ഡേ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ 14th 14 പുഷപ്സ് കൂടുതൽ ചെയ്തു. എന്നുവെച്ചാൽ 50 ആണെങ്കിൽ 64 ചെയ്തു. അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അത് നമുക്ക് കാണിക്കാം. മീൻസ് ഒരു 50 ഡേയ്സ് ആകുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഫസ്റ്റ് ഡേ ടു 50 ഡേയ്സ് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ പുഷപ്സ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് സെറ്റ് പുഷപ്സ് ഫിനിഷ് ചെയ്തു. നമ്മുടെ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് അടുത്ത ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മളതും അത്യാവശ്യം സ്പീഡിൽ തന്നെ ചെയ്തു. ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബിലായിരുന്നു ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ്. അങ്ങനെ അത് നമ്മൾ ഫിനിഷ് ചെയ്തു. അടുത്ത നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്ത് തേർഡ് സെറ്റ് പുഷപ്സ്. അപ്പോൾ നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സും ഫിനിഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോപ്പർ സ്ട്രെച്ചിങ് ആയാലും ലൂസിങ് ആയാലും ഫുഡ്
റെസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. എടുത്തില്ലെങ്കിൽ ബോഡി ഇഞ്ചുറി ഉണ്ടാവും. പിന്നെ നമുക്ക് ചലഞ്ചസ് ആയാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കര ആയിരിക്കും. അതുകൊണ്ട് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തേർഡ് സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദെൻ നമ്മൾ നമ്മുടെ ഫോർത്ത് സെറ്റ് പുഷപ്സ് ആണ്. ഫോർത്ത് സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്ത് ഫോർത്ത് സെറ്റ് ഫിനിഷ് ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുഷപ്സ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്ത് ലാസ്റ്റ് സെറ്റ് പുഷപ്സ് അങ്ങനെ അടുത്ത് നമ്മൾ പഞ്ചസാണ്. പഞ്ചസ് ദിവസം നമ്മൾ ചെയ്യുകയാണ്. പുഷപ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. 1000 പഞ്ചസ്. ഫിനിഷ്. എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ സക്സസ് ആവും. സ്റ്റേ ഫിറ്റ്.